ഹായ് ഓൾ അസ്സാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അവക്കാഡോ ഉപയോഗിച്ചുള്ളൊരു സാൻഡ്വിച്ചാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് തയ്യാറാക്കുവാനായി ഞാൻ ഇവിടെ ഒരു വലിയ അവക്കാഡോയാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ സീഡുണ്ടല്ലോ, അത് അതിൽ നിന്നും അടർത്തി മാറ്റുക. ഇപ്പോഴിതാ ഞാൻ നല്ലതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സീഡ് അതിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി അതിൻ്റെ ആ പൾപ്പ് ഒരു സ്പൂൺ ഉപയോഗിച്ച് അതിൽ നിന്നും നല്ലതുപോലെ അടർത്തിയെടുക്കുക. ഇപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ 2 പൊളിയും ഇതുപോലെ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും അടർത്തിയെടുത്ത ഈ പൾപ്പുകൾ ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഒട്ടും തന്നെ കഷ്ണങ്ങളില്ലാത്ത രീതിയിൽ നല്ലതുപോലെ ഉടച്ച് നന്നായിട്ടൊന്ന് കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കണം. ഇത് ബട്ടറിൻ്റെ അതേ ഫ്ലേവർ ഉള്ളതുകൊണ്ട് ഇത് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കിയാൽ നമ്മൾ ബട്ടർ കൊണ്ട് ഉണ്ടാക്കിയ അതേ ഫ്ലേവറിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇപ്പോൾ ഇതെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം വലിപ്പത്തിലുള്ള 2 സവാള കുനുകുന കട്ട് ചെയ്തെടുത്തതാണ്. ഇനി 2 തക്കാളിയും ഇതുപോലെ കുനുകുന കട്ട് ചെയ്തെടുക്കുക. ഇനി അരിഞ്ഞു വെച്ച സവാളയും തക്കാളിയും നമ്മൾ നേരത്തെ ഉടച്ചെടുത്ത ബട്ടറിൻ്റെ ആ പേസ്റ്റിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും മുഴുവനായും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ നീരും അതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നീട് അതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ്, അതിലോട്ട് ആവശ്യമായ അല്പം ഉപ്പും ചേർത്ത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സാൻഡ്വിച്ച് തയ്യാറാക്കുവാനായി മുട്ട ഒന്ന് ഓംപ്ലേറ്റ് ചെയ്തെടുക്കണം. ഇത് തയ്യാറാക്കുവാനായി ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു പാത്രത്തിലോട്ട് ഇതെല്ലാം പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം അതിലോട്ട് ആവശ്യമായ അല്പം ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇനി ഇത് തയ്യാറാക്കുവാനായി ഒരു പാൻ നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം അടിച്ചു വെച്ച മുട്ട അതിലോട്ട് ഒഴിച്ച് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇത് അത്യാവശ്യം കട്ടിക്ക് തന്നെയാണ് ഞാൻ പൊരിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഇത് ഓരോരോ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് തയ്യാറാക്കുവാനായി ആവശ്യമായ ബ്രെഡ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം ഇത് ചൂടാക്കിയെടുക്കുവാൻ. മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നേരത്തെ ചൂടാക്കിയെടുത്ത ബ്രെഡിലോട്ട് അവക്കാഡോയുടെ ആ മിക്സ് അതിലോട്ടൊന്ന് പരത്തി കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒരു കഷ്ണം മുട്ടയും വെച്ച് അവക്കാഡോ മിക്സും മുട്ടയും വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ചൂടാക്കിയെടുത്ത മറ്റൊരു ബ്രെഡും വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഞാൻ എല്ലാതും ചെയ്തെടുക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാതും നല്ലതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ ടേസ്റ്റും അതിലേറെ ഹെൽത്തിയുമുള്ള നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണിത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം.